നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കുതിരാനിൽ പോലീസിന്റെ വൻ ലഹരിവേട്ട. ആഡംബര കാറുകളിൽ കടത്തുകയായിരുന്ന കോടികളുടെ ലഹരി മരുന്ന് പിടികൂടി. ചെങ്ങാലൂർ മങ്ങാട്ടുപാടം പാടശേഖരത്തിൽ നെല്ല് കൊയ്യാൻ എത്തിച്ച മെഷീനിന്റെ ബാറ്ററി മോഷണം പോയതായി പരാതി. പറപ്പൂക്കര പഞ്ചായത്തിലെ പോങ്കോത്ര ഗ്രാമികയുടെ ഉദ്ഘാടനം നടത്തി. അംബേദ്കർ ഗ്രാമവികസന പദ്ധതി പ്രകാരമായിരുന്നു നവീകരണം. ആമ്പല്ലൂർ ടൗൺ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റായിരുന്ന MD ജോർജ് അനുസ്മരണ സമ്മേളനം ആമ്പല്ലൂരിൽ സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ആലങ്ങാട് സെന്ററിലെ വെള്ളക്കെട്ടിന് നാട്ടുകാർ തന്നെ പരിഹാരം കണ്ടെത്തി. ആലങ്ങാട് സൊസൈറ്റി റോഡിലെ കാനയ്ക്ക് സമീപം കലുങ്ക് നിർമ്മിച്ചാണ് പരിഹാരമുണ്ടാക്കിയത്. വിശദമായ വാർത്തകളിലേക്ക്. കുതിരാനിൽ പോലീസിന്റെ വൻ ലഹരിവേട്ട. ആഡംബര കാറുകളിൽ കടത്തുകയായിരുന്ന കോടികളുടെ ലഹരി മരുന്ന് പിടികൂടി. 3.25 കോടി രൂപ വില വരുന്ന 3 കിലോഗ്രാം ഹാഷിഷ് ഓയിലും 77 കിലോഗ്രാം കഞ്ചാവും 2 ലക്ഷം രൂപയും പിടിച്ചെടുത്തു. കുതിരാനിൽ വെച്ച് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത്. സംഭവത്തിൽ പുത്തൂർ സ്വദേശി അരുൺ, കോലഴി സ്വദേശി അഖിൽ എന്നിവർ പിടിയിലായി. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡും PG പോലീസും ചേർന്നായിരുന്നു പരിശോധന. ചിമ്മിനി ഡാമിൽ അവശേഷിക്കുന്നത് സംഭരണശേഷിയുടെ 1/4 ഭാഗം മാത്രം വെള്ളം. വരൾച്ച ഭീഷണിയിൽ നാട്. മഴയുടെ ലഭ്യത കുറഞ്ഞതുമൂലം ഇത്തവണ ജലസംഭരണം പൂർണ്ണതോതിൽ സാധിക്കാത്തതാണ് ഡാമിൽ ജലം കുറയുവാൻ കാരണം. ഡാമിൽ ശനിയാഴ്ച രാവിലെ 8 വരെ 57.2 മീറ്ററാണ് ജലനിരപ്പ്. നിലവിലെ സംഭരണശേഷി 40 ദശലക്ഷം മീറ്റർ ക്യൂബാണ്. ഇത് സംഭരണശേഷിയുടെ 26%. ഏനമാവ് ഭാഗത്ത് ജലക്ഷാമം ഉണ്ടാകാതിരിക്കാനുള്ള സ്റ്റോറേജ് പ്രവൃത്തികളാണ് നടക്കുന്നത്. ഇത് പൂർത്തിയായി ദിവസങ്ങൾക്കുള്ളിൽ കുറുമാലിപ്പുഴയിലെ ചിറകൾ കെട്ടാനുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് AE അറിയിക്കുന്നത്. സാധാരണഗതിയിൽ ഡിസംബർ മാസത്തിൽ ചിറ നിർമ്മാണം നടക്കേണ്ടതാണ്. എന്നാൽ ജലദൗർലഭ്യത മൂലം കോൾപ്പാടത്ത് വെള്ളം എത്തിക്കുന്നതിനാലാണ് ചിറ നിർമ്മാണം വൈകിയതെന്നും അധികൃതർ പറയുന്നു. ചെങ്ങാലൂർ മങ്ങാട്ടുപാടം പാടശേഖരത്തിൽ നെല്ല് കൊയ്യാൻ എത്തിച്ച മെഷീനിന്റെ ബാറ്ററി മോഷണം പോയതായി പരാതി. ഒരാഴ്ചയായി 2 കൊയ്ത്ത് മെഷീൻ പ്രയോജനപ്പെടുത്തി പാടത്ത് കൊയ്ത്ത് നടക്കുന്നതിനിടയിലാണ് കർഷകരെ ദുരിതത്തിലാക്കി മോഷണം നടന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് കൊയ്ത്തു കഴിഞ്ഞ മെഷീൻ ഡ്രൈവർമാർ പാടത്തു നിന്ന് പോയ സമയത്താണ് കളവ് നടന്നത്. കുറഞ്ഞ വിളവും വൈക്കോലിന് വിലയില്ലായ്മയും മൂലം നെൽകൃഷി പരിതാപകരമായ അവസ്ഥയിലൂടെ കടന്നുപോകുമ്പോഴാണ് സ്ഥിതി രൂക്ഷമാകുന്ന രീതിയിൽ മെഷീന്റെ പ്രവർത്തനവും നടക്കാത്ത അവസ്ഥയുണ്ടായതെന്ന് കർഷകർ പറയുന്നു. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് മങ്ങാട്ടുപാടം പാടശേഖര സമിതി പ്രസിഡന്റ് KS സുരേന്ദ്രൻ, സെക്രട്ടറി KM സജീവൻ എന്നിവർ ആവശ്യപ്പെട്ടു. പട്ടികജാതി വികസന വകുപ്പ് അംബേദ്കർ ഗ്രാമവികസന പദ്ധതി പ്രകാരം നവീകരിച്ച പറപ്പൂക്കര പഞ്ചായത്തിലെ പോങ്കോത്ര ഗ്രാമികയുടെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനായി. ബ്ലോക്ക് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ കാർത്തിക ജയൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, KC പ്രദീപ്, NM പുഷ്പാകരൻ, MK ശൈലജ, റീന ഫ്രാൻസിസ്, SP പ്രിയ എന്നിവർ പ്രസംഗിച്ചു. പദ്ധതിയുടെ ഭാഗമായി 21 വീടുകളുടെ അറ്റകുറ്റപ്പണിയും റോഡ് ടൈൽ വിരിക്കലും സോക്ക് പിറ്റ് നിർമ്മാണവും അതിർത്തി കെട്ടി സംരക്ഷിക്കലും കിണർ നവീകരണവും നടന്നു. 80 ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണം. ആമ്പല്ലൂർ ടൗൺ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റായിരുന്ന MD ജോർജ് അനുസ്മരണ സമ്മേളനം ആമ്പല്ലൂർ ടൗൺ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ATCS പ്രസിഡന്റ് സന്തോഷ് നമ്പാടൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സൊസൈറ്റിയുടെ മീറ്റിംഗ് ഹാളിന് MD ജോർജ് മെമ്മോറിയൽ മീറ്റിംഗ് ഹാളായി KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട് നാമകരണം നടത്തി. അളകപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൺ തയ്യാലക്കൽ, പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, DCC സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ, പുതുക്കാട് SCB പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ അലക്സ് ചുക്കിരി, സുധൻ കാരയിൽ, ATCS ബോർഡ് അംഗം ദിനിൽ പാലപ്പറമ്പിൽ, MD ജോർജിന്റെ സഹോദരൻ MD ജോസ്, ജോയിന്റ് കമ്മീഷണർ സാജു നമ്പാടൻ, ഷാജി മാത്യു കുഴിയാനിമറ്റത്തിൽ എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ മനസ്സിൽ ഒരുപാട് നാൾ നീണ്ടു. അതുപോലെ ഒരു വലിയ വിടവാങ്ങലാണ് പ്രിയപ്പെട്ട ജോർജേട്ടൻ്റെ വിടവാങ്ങൽ.
ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ഈ ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റായി മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് നമ്മുടെ ജില്ലയ്ക്ക് തന്നെ അഭിമാന സ്തംഭമായി ഉയർന്നു നിൽക്കുന്ന ഏറ്റവും വലിയ സ്ഥാപനമായി സ്ഥാപനത്തെ മാറ്റിയെടുക്കുന്ന വേളയിൽ ജോർജേട്ടനായിട്ട് ഒരു നീണ്ടകാലത്തെ പരിചയമൊന്നും പറയാൻ പറ്റില്ല. കാരണം 3-3.5 വർഷമായിട്ടാണ് ജോർജേട്ടനായിട്ട് അടുത്ത് ഇടപഴകി തുടങ്ങിയത്. പക്ഷേ എന്തുകൊണ്ടോ ഈ 3-3.5 വർഷം കൊണ്ട് ജോർജേട്ടൻ ഒരു പരിധി വരെ നമ്മളുടെ മനസ്സുകളെ കീഴടക്കി നമ്മളോട് അത്രയും ആത്മാർത്ഥതയും സ്നേഹത്തോടും കൂടി ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പച്ചൻ്റെ മരണശേഷം ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ബോർഡിലേക്ക് വരുമ്പോൾ എനിക്ക് ജോർജേട്ടനെ അറിയാം. കാരണം അപ്പച്ചൻ്റെ കൂടെ കണ്ടിട്ട് പാലിയകരിൽ നിന്നും ആരംഭിച്ച ഈ സ്ഥാപനം അന്ന് ജോസഫ് മമ്പാടിൻ്റെ വലങ്കയ്യിൽ നിന്നിരുന്ന ശ്രീ MD ജോർജ് ഈ ബാങ്കിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം വളരെയധികം ത്യാഗം ചെയ്ത ആളാണ്. പക്ഷേ നമ്മളെല്ലാവരെയും ദുഃഖിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് നമ്മൾ വിട പറയുകയുണ്ടായി. കല്ലൂർ ആലങ്ങാട് സെന്ററിലെ വെള്ളക്കെട്ടിന് നാട്ടുകാർ തന്നെ പരിഹാരം കണ്ടെത്തി. ആലങ്ങാട് സൊസൈറ്റി റോഡിലെ കാനയ്ക്കു സമീപം കലുങ്ക് നിർമ്മിച്ചാണ് പരിഹാരം ഉണ്ടാക്കിയത്. ആലങ്ങാട് സെന്ററിലേക്ക് റബ്ബർ സൊസൈറ്റി വഴിയിൽ നിന്ന് വന്നിരുന്ന മഴവെള്ളം റോഡിലേക്ക് ഒഴുകി സമീപത്തെ വ്യാപാര കടകളിലേക്കും വീടുകളിലേക്കും എത്തിയിരുന്നു. വ്യാപാരികൾ വെള്ളം കയറാതിരിക്കാൻ തടസ്സങ്ങൾ കെട്ടിവെച്ചാണ് വ്യാപാരം നടത്തിപ്പോന്നത്. കാനകൾ അടഞ്ഞുകിടന്നതും പ്രദേശത്തെ സ്ഥിതി കൂടുതൽ വഷളാക്കി. ആലങ്ങാടുകാരുടെ ദുരവസ്ഥ പൊതുമരാമത്ത് പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചെങ്കിലും ഫണ്ട് ലഭ്യമാകാത്തതിനാൽ വെള്ളക്കെട്ടിന് പോംവഴി ഉണ്ടായില്ല. തുടർന്ന് പൊതുപ്രവർത്തകരായ KP ജോസ്, പ്രശാന്ത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കലുങ്ക് നിർമ്മാണവുമായി മുന്നോട്ടു പോയി. വ്യാപാരികളും നാട്ടുകാരും പിന്തുണ നൽകി. പഞ്ചായത്ത് അംഗം ലിൻഡോ തോമസിന്റെ ഇടപെടലോടെ പഞ്ചായത്തും 10,000 രൂപ നൽകി. 33,600 രൂപ പിരിഞ്ഞു കിട്ടി. 56,000 രൂപ ചിലവിലാണ് കലുങ്ക് നിർമ്മാണം പൂർത്തിയാക്കിയത്. പുതുക്കാട് കണ്ണമ്പത്തൂർ സ്വദേശി കിഴക്കുമുറി സജീവൻ ഒരുക്കിയ മരത്തിൽ കൊത്തിയുണ്ടാക്കിയ ഗജരാജൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ രൂപം ഏറെ ശ്രദ്ധേയമാകുന്നു. പുതുക്കാട് കണ്ണമ്പത്തൂർ സ്വദേശി കിഴക്കുമുറി സജീവനാണ് ഈ ഉദ്യമത്തിന്റെ ശില്പി. ആനപ്രേമിയായ സജീവൻ മുൻപ് തിരുവമ്പാടി ശിവസുന്ദരനെയും പാമ്പാടി രാജിൻ്റെയും ശില്പങ്ങൾ ഒരുക്കി അഭിനന്ദനം ഏറ്റുവാങ്ങിയിരുന്നു. ഒറിജിനലെന്ന് തോന്നുന്ന രീതിയിലാണ് തെച്ചിക്കോട്ട് രാമചന്ദ്രനെ സജീവൻ ഒരുക്കിയിരിക്കുന്നത്. തൊലിപ്പുറം, ചെവി ഇവയെല്ലാം തൊടുമ്പോൾ തന്നെ തൊട്ടു മുൻപിൽ തെച്ചിക്കോട്ട് രാമചന്ദ്രനാണോ നിൽക്കുന്നതെന്ന് സംശയം തോന്നും. കൊമ്പന്റെ സാരഥികളായ രാമേട്ടനും കടുക്കനും ഇടത്തും വലത്തുമായി നിൽക്കുന്ന രീതിയിലാണ് ശില്പം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. സജീവന്റെ 1 വർഷത്തെ പ്രയത്നഫലമാണ് രാജരാജന്റെ ശില്പം. ഒഴിവുവേളകളിലാണ് സജീവൻ പണിപ്പുരയിൽ ഇരുന്നത്. മദിരാശി മരം ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. കൊമ്പനെ മാത്രമല്ല പാപ്പാന്മാരെയും ഉൾപ്പെടുത്തിയതോടെ സ്ഥിരമായി ചെയ്യുന്ന ആനശില്പത്തിൽ നിന്നും ഏറെ വ്യത്യസ്തത ഇത്തവണ സജീവൻ പുലർത്തി. ഇത് ഞാനുണ്ടാക്കിയ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ്റെ ശില്പമാണ്. അതിനോടൊപ്പം അതിൻ്റെ പാപ്പാന്മാരായ നെന്മാറ രാമണ്ണനും കടുക്കൻ രാജേഷിനും ചെയ്തിട്ടുണ്ട്. ഇതൊരു ഏകദേശം 3.5 അടി ഹൈറ്റ് ഉണ്ട്. ഇത് മദ്രാശി മരത്തിലാണ് ചെയ്തിരിക്കുന്നത്. പാപ്പാന്മാർ രണ്ടാളും കുമ്പിൾ മരത്തിൽ. പിന്നെ ഇതിൻ്റെ മാലകൾ ഇതൊക്കെ സെപ്പറേറ്റ് മേടിച്ചതാണ്. പിന്നെ തോട്ടിയും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. നെയിം ബോർഡ് CNC-യിൽ ചെയ്യിച്ചതാണ്. ഇതിപ്പോൾ 1 വർഷത്തോളം അതിൻ്റെ പണി തുടങ്ങിയിട്ട് ഫുൾ ടൈം ഒന്നും ഇരുന്നിട്ടില്ല. ഒരു സമയത്തേക്കിന് ചെയ്തിട്ടുള്ളത്. പിന്നെ പണി കുറഞ്ഞപ്പോഴൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട്. കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവ ദിനത്തിൽ പൂരനഗരിയിൽ തെച്ചിക്കോട്ട് രാമചന്ദ്രന്റെ ശില്പം പ്രദർശിപ്പിച്ചിരുന്നു. നിരവധി ആളുകളാണ് ശില്പം കാണുവാൻ എത്തിയിരുന്നത്. അമ്മിണിയാണ് സജീവന്റെ മാതാവ്, ശില്പയാണ് ഭാര്യ. മക്കൾ ആദിദേവ്, നിനവ്. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ബ്ലോക്ക് തല റോസ്ഗാർ ദിനാചരണം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അമ്പിളി സോമൻ, അശ്വതി വിബി, അജിത സുധാകരൻ, സുന്ദരി മോഹൻദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ KK നിഖിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. മികച്ച ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള പുരസ്കാരം കൊടകര ഗ്രാമപഞ്ചായത്തുകൾക്കും, സുഭിക്ഷ കേരളം പുരസ്കാരം അളകപ്പനഗർ ഗ്രാമപഞ്ചായത്തിനും, ശുചിത്വ കേരളം പുരസ്കാരം വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിനും, ഏറ്റവും കൂടുതൽ പേർക്ക് 100 ദിവസം തൊഴിൽ നൽകിയ ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിനും നൽകി. വിവിധ കലാപരിപാടികൾ അരങ്ങേറി.
ആമ്പല്ലൂർ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും സംയുക്തമായി ഞായറാഴ്ച സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. മണ്ണമ്പേട്ട ആമ്പല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ്. കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് PO ജോൺസൺ അധ്യക്ഷത വഹിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 999 599 0800 9809 43906. പുതുക്കാട് പ്രചോദി നികേതൻ കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച ദേശീയ മാധ്യമ സെമിനാർ സംഘടിപ്പിക്കും. ശശി തരൂർ MP സെമിനാർ ഉദ്ഘാടനം ചെയ്യും. മാധ്യമ ചരിത്രാവലോകനം ചെയ്തുകൊണ്ട് അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തും. ചടങ്ങിൽ സ്ഥാപക മാനേജർ ഫാദർ ഹർഷജൻ പഴയാറ്റിൽ അധ്യക്ഷനാകും. കൊതിയൂറും വിഭവങ്ങളുടെ കലവറയുമായി ഒറെഗാനോ ബേക്സ് മുത്രത്തിക്കര കാട്ടുകാരൻ കോംപ്ലക്സിൽ തിങ്കളാഴ്ച പ്രവർത്തനം ആരംഭിക്കും. രാവിലെ 9:30 നടക്കുന്ന ചടങ്ങിൽ കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനായിരിക്കും. കാലാവസ്ഥ. കൂടിയ ചൂട് 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 25 ഡിഗ്രി സെൽഷ്യസ്. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ചെങ്ങാലൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലേക്ക് GNM യോഗ്യതയുള്ള മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. മാർച്ച് 5 രാവിലെ 10:30 പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ച് വാക്ക്-ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9497 623570 എന്ന നമ്പറിൽ വിളിക്കുക. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡിൽ ആശാപ്രവർത്തകയായി സേവനമനുഷ്ഠിക്കുന്നതിന് വേണ്ടി SSLC വിദ്യാഭ്യാസ യോഗ്യതയും 25-നും 45-നും ഇടയിൽ പ്രായമുള്ളവരും 5ാം വാർഡ് നിവാസികളുമായ സ്ത്രീകളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകൾ മാർച്ച് 2 ശനിയാഴ്ച 5 മണിക്ക് മുൻപായി മെഡിക്കൽ ഓഫീസർ, കുടുംബാരോഗ്യ കേന്ദ്രം, തൃക്കൂർ എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തൃക്കൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലോ 9747041230 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടാം. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5770 രൂപ, പവന് 46,160 രൂപ. പറപ്പൂക്കര രാപ്പാൾ മഞ്ഞളി വർഗീസ് ഭാര്യ ആലിസ് അന്തരിച്ചു. 76 വയസ്സായിരുന്നു. ഞായറാഴ്ച രാവിലെ 11 നന്ദിക്കര സെന്റ് മേരീസ് പള്ളിയിലാണ് സംസ്കാരം. ഡെന്നി, ഡെൽഫി, ഡീന എന്നിവർ മക്കളും റൂബി, ഷാജു, തോമസ് എന്നിവർ മരുമക്കളുമാണ്. നന്ദിപുലം ഞെരിഞ്ഞാമ്പിള്ളി പൈലൻ ഭാര്യ സെലീന അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സിൽജോ, സിൽജി എന്നിവർ മക്കളും ജോയ് മരുമകനുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കുതിരാനിൽ പോലീസിന്റെ വൻ ലഹരിവേട്ട. ആഡംബര കാറുകളിൽ കടത്തുകയായിരുന്ന കോടികളുടെ ലഹരി മരുന്ന് പിടികൂടി. ചെങ്ങാലൂർ മങ്ങാട്ടുപാടം പാടശേഖരത്തിൽ നെല്ല് കൊയ്യാൻ എത്തിച്ച മെഷീനിന്റെ ബാറ്ററി മോഷണം പോയതായി പരാതി. പറപ്പൂക്കര പഞ്ചായത്തിലെ പോങ്കോത്ര ഗ്രാമികയുടെ ഉദ്ഘാടനം നടത്തി. അംബേദ്കർ ഗ്രാമവികസന പദ്ധതി പ്രകാരമായിരുന്നു നവീകരണം. ആമ്പല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റായിരുന്ന MD ജോർജ് അനുസ്മരണ സമ്മേളനം ആമ്പല്ലൂരിൽ സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ആലങ്ങാട് സെന്ററിലെ വെള്ളക്കെട്ടിന് നാട്ടുകാർ തന്നെ പരിഹാരം കണ്ടെത്തി. ആലങ്ങാട് സൊസൈറ്റി റോഡിലെ കാനയ്ക്ക് സമീപം കലുങ്ക് നിർമ്മിച്ചാണ് പരിഹാരമുണ്ടാക്കിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.